അപ്പോൾ ഇന്ന് നമ്മൾ 9ാമത്തെ എപ്പിസോഡ് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ആർഡിനോ ബോർഡിൻ്റെ പിന്നൗട്ട്സിനെ കുറിച്ച് കണ്ടാണ്. നമ്മൾ ഇന്നലെ നമ്മുടെ ആർഡിനോ എന്താണ്, ഒരു മൈക്രോ കൺട്രോളറും മൈക്രോ പ്രൊസസ്സറും തമ്മിൽ വ്യത്യാസം, പിന്നെ ആർഡിനോയിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാണ്ട് പോകുന്നത് നമ്മുടെ ആർഡിനോ ബോർഡിൻ്റെ പിന്നൗട്ട്സിനെ കുറിച്ച് കണ്ടു. ഇവിടെ ഒരുപാട് പിന്നുകളുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, പിന്നെ ഇവിടെ ഒരു ജാക്ക് ഉണ്ട്, അങ്ങനെ കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോ ആർഡിനോയുടെ എങ്ങനെയാണ് പിന്നൗട്ട്സ് പിന്നൗട്ട്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ആർഡിനോ യൂനോ ബോർഡിൻ്റെ പിന്നൗട്ട്സിനെ കുറിച്ച് കണക്ക് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള നമ്മുടെ ആർഡിനോ യൂനോ ബോർഡാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു ആർഡിനോ യൂനോ ബോർഡ് ഇപ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആർഡിനോ യൂനോ ബോർഡ് കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കുറച്ച് പിന്നുകൾ കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ കൊടുത്തുള്ള ഒട്ടുമിക്ക പിന്നുകളാണ്. ഇതിലോട്ട് പവർ കൊടുക്കാനുള്ളതും പവർ എടുക്കാനുള്ളതും പിന്നെ ഗ്രൗണ്ട്, VCC അങ്ങനെ കുറച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഗ്രൗണ്ടും VCCയും 5 വോൾട്ട് 3 വോൾട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മൾ പവർ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഈ VI എന്നുള്ള പിന്നുണ്ടല്ലോ, നമുക്ക് ഇവിടെ ആയിട്ട് എന്തെങ്കിലും വോൾട്ടേജ് കൊടുക്കാനോ അതേപോലെ വോൾട്ടേജ് എടുക്കാനോ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ VN എന്നുള്ള പിന്നോട് സാധാരണ യൂസ് ചെയ്യും. പിന്നെ ഈ GND എന്നുള്ള പിന്നുണ്ട്, അതാണ് ഗ്രൗണ്ട്. അത് നമ്മൾ സാധാരണ നെഗറ്റീവ് ഉണ്ടല്ലോ, ഈ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും, അതിലുള്ളതാണ് നെഗറ്റീവ് GND. ഇത് ഗ്രൗണ്ട് എന്നുള്ള സാധാരണ പറയുകയാണ്. അങ്ങനെ 2 ഗ്രൗണ്ട് വരുന്നുണ്ട്. പിന്നെ 5 വോൾട്ട് നമുക്ക് ഈ ആർഡിനോ നിന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് 5 വോൾട്ട് കിട്ടുന്ന കേട്ടോ. അപ്പോൾ ഇതിലോട്ട് റെഗുലേറ്റർ IC ഒക്കെ ഉണ്ട്. ഇപ്പോൾ റെഗുലേറ്റർ IC ഇതാ ഈ ഭാഗത്തോട്ടാണ് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള IC വെച്ച് വേണം നമുക്ക് 5 വോൾട്ട് കൺവേർട്ട് ചെയ്താണ് കിട്ടും. പിന്നെ നമുക്ക് മറ്റൊരിതാണ് 3.3 വോൾട്ട്. 3.3 വോൾട്ടിൻ്റെ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഒരു സെൻസറൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന് പവർ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആർഡിനോ ബോർഡിൽ നിന്ന് എടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ 2 പിന്നുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പവറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നുകളാട്ടോ ഇവിടെ വരുന്നത്. പിന്നെ മറ്റൊരു പിന്നാണ് ഇവിടെ ഇൻപുട്ട് ജാക്ക് എന്ന് കിട്ടും. നമുക്ക് 2 രീതിയിലായിട്ട് പവർ കൊടുക്കാൻ കഴിയുന്നതാണ്. ഒന്നെങ്കിൽ നമുക്ക് ഇൻപുട്ട് ജാക്ക് വഴി പവർ കൊടുക്കാം, അതിനുശേഷം ഇതിൽ നിന്ന് പവർ എടുക്കാണ്ട് കഴിയുന്നതാണോ. പിന്നെ അതല്ലാതെ മറ്റൊരു വഴി എന്ന് വെച്ചാൽ ഇതിലോട്ട് പവർ കൊടുക്കുക, അതായത് ഇതുവഴി പവർ കൊടുക്കുക. നമുക്ക് ഇതുവഴി ഇൻപുട്ട് ജാക്ക് വഴി പവർ കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെ 2 ഇതിലും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ജാക്ക് പവർ കൊടുക്കാം, നമുക്ക് ഏകദേശം 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെയൊക്കെ കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ നമ്മൾ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനലോഗ് പിന്നുകളാട്ടോ. അപ്പോൾ ഇവിടുത്തെ ടോട്ടലായിട്ട് എണ്ണി നോക്കുന്ന സമയത്ത് 1 2 3 4 5 6 പിന്നുകൾ വരുന്നുണ്ട്. നമുക്ക് അനലോഗായുള്ള ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ നമുക്ക് A0 മുതൽ A5 വരെയുള്ള ഈ പിന്നുകൾ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മൊഡ്യൂളുണ്ട്, അതായത് എന്താ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്പ്ലേ മൊഡ്യൂളുണ്ട്. അപ്പോൾ അതിലോട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അനലോഗ് പിന്നുകൾ വഴിയാണ് കൊടുക്കാറുള്ളത്. ഇത് ഏകദേശം 6 പിന്നുകളാണ് വരുന്നത്. A0 മുതൽ A5 വരെയുള്ള പിന്നുകളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇനി ഓരോ നമ്മൾ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ആ പിന്നും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പവറും കാര്യം റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഇൻപുട്ട് ജാക്കിനെ കുറിച്ച് പറഞ്ഞു പവർ കൊടുക്കാനായിട്ട്. പിന്നെ ഇതാണ് നമുക്ക് IC, നമുക്ക് 5 വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഈ IC ആണ്. പിന്നെ നമുക്ക് അനലോഗ് പിന്നുകളും അതും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെയുള്ള പിന്നുകൾ ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. പിന്നെ അടുത്ത പിന്ന് നോക്കുന്ന സമയത്ത് ഇവിടെയാണ് ഡിജിറ്റൽ പിന്നുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് 14 ഡിജിറ്റൽ പിന്നുകൾ വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടോ 0 1 2 3 ഇങ്ങനെ ആയിട്ട് പോകുന്നുണ്ടാവും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും TX RX പിന്ന് എന്നുള്ളത് കണ്ടോ, RX TX പിന്ന്. ഈ പിന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് ഒരു വയർ കണക്ട് ചെയ്യാതെ നമ്മൾ പ്രോഗ്രാം ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ കൊടുക്കുന്നത് ജസ്റ്റ് നിങ്ങൾ സങ്കല്പിക്കാം. അപ്പോൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ RX നമ്മൾ എന്ത് ചെയ്യും, ഈ TXലോട്ട് കണക്ട് ചെയ്യും. പിന്നെ അതേപോലെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ TX നമ്മൾ RXലോട്ട് കണക്ട് ചെയ്യും. രണ്ടും തിരിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് മൊഡ്യൂളൊക്കെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിലോട്ട് പിന്നെ കണക്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാം ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഈ എറർ വരും കേട്ടോ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഉള്ളതാണ് ഡിജിറ്റൽ പിന്നുകൾ. അത് 14 പിന്നുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഗ്രൗണ്ട് വരുന്നുണ്ട്. നമുക്ക് നെഗറ്റീവ് ആയുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിൽ നമുക്ക് എടുക്കാണ്ട് കഴിയുന്നതാണ്. ഓക്കെ, പിന്നെയുള്ള കുറച്ച് LED കേട്ടോ. നമുക്ക് LED ബൾബ് ഇവിടെ RX TXനും വേണ്ടിയാണ് LED വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ LED കത്തും. പിന്നെ അതേപോലെ നമുക്ക് പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 13ാമത്തെ പിന്നായിട്ടാണ് ഈ LED കൊടുത്തിട്ടുള്ളത് കേട്ടോ. 13ാമത്തെ പിന്നിൽ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ LED ഓൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ 13നെ റിലേറ്റഡ് ആയിട്ടാണ് ഇവിടുത്തെ LED വർക്ക് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇവിടെ ഒരു പോർട്ട് വരുന്നത് കേട്ടോ. നമുക്ക് സാധാരണയായിട്ട് കോഡ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടി കോഡ് വയറുകൾ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ആർഡിനോ യൂനോക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കോഡ് വയറാണ് യൂസ് ചെയ്യാറുള്ളത്. ജസ്റ്റ് കാണിച്ചു തരാം കണ്ടോ, ഇത്തരത്തിലുള്ള കോഡ് വയർ നമ്മൾ ആർഡിനോ യൂനോക്ക് വേണ്ടി യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യും, ഇത്തരത്തിൽ നമ്മൾ കണക്ട് ചെയ്യും. മറ്റേ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റം വഴിയൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലാണ് വരാറുള്ളത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യും. പിന്നെ ഇത് എന്തിലാണോ അത് ഇതിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കോഡ് നാളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കി മാത്രം മതി കേട്ടോ.
അപ്പോൾ എന്തായാലും ഇത്രയാണ് വരുന്നുണ്ടാവും നമ്മൾ ആർഡിനോ ബോർഡിനെ കുറിച്ച്. പിന്നെ ഈ പുഷ് ബട്ടൺ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കോഡ് ഒന്ന് റീറൺ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കോഡ് ഫസ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും അത് വർക്ക് ചെയ്യും. നമ്മൾ ഈ കോഡ് പുഷ് ബട്ടൺ സ്വിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ രീതിയിലാണ് വരുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ TX RX പറഞ്ഞാൽ ബ്ലൂടൂത്ത് മൊഡ്യൂൾ മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മൾ വൈഫൈ മൊഡ്യൂൾ, GSM മൊഡ്യൂൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ TX RX കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോഴും ഊരി വെച്ചതിന് ശേഷമായിരിക്കും കോഡും കാലം അപ്ലോഡ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ കോഡും കാലം എറർ വരും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ജസ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ എന്തായാലും ഇത്ര നമ്മൾ ആർഡിനോ യൂനോ ബോർഡിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഇനി നമ്മൾ നോക്കാണ്ട് പോകുന്നത് നമ്മൾ ആർഡിനോ നാനോ ബോർഡ് തന്നെ കേട്ടോ. അപ്പോൾ ഇതും വലിയ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, അതിൻ്റെ പിന്നോട്സ് തന്നെ അതിലുള്ളത്. ചില പിന്നുകൾ കുറവുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സൈസ് കുറവാകുമ്പോൾ അതിനനുസരിച്ച് പിന്നോട്സും കുറവായിരിക്കും. ഓക്കെ, പിന്നെ ഇതിലെങ്ങനെ വരുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ പവർ കൊടുക്കാനായിട്ട് വേറെ പോർട്ട്, ഒരു ജാക്ക് ഉണ്ട്, ഇൻപുട്ട് ജാക്ക് ഉണ്ടായിരുന്നു, എന്നാൽ ഇതിലതില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് 5 വോൾട്ട് ഇവിടെ വേറെ തന്നെ വരുന്നുണ്ട്. ഇവിടെ 5 വോൾട്ട് ഉണ്ട്, എത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിയില്ല. ഇവിടെ 5 വോൾട്ട് ഡയറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പിന്നെ സാധാരണ LED, ഇപ്പോൾ പവർ കിട്ടി കഴിഞ്ഞാൽ LED ഉണ്ട്. പിന്നെ അതുപോലെ TX RXലോട്ട് കൊടുക്കാനുള്ള LED ഉണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് പോർട്ട്, നമുക്ക് ഇതിലോട്ട് കോഡ് ചെയ്യണമെങ്കിൽ സാധാരണ ആർഡിനോയുടെ കോഡ് വരെ ആർഡിനോ യൂനോയുടെ കോഡ് വരെ വെച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയാണ് വേറെ കോഡ് വരെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഇത്തരത്തിലുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ കോഡും കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ആർഡിനോ നാനോ ബോർഡിലോട്ടും പ്രോഗ്രാമും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാണ്ട് കഴിയുന്നുണ്ടോ. അതുകൊണ്ട് ആർഡിനോ നാനോ ബോർഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആർഡിനോ യൂനോയുടെ അത്ര പിന്നുകൾ ഉണ്ടാവില്ല, എന്നാലും ഒട്ടുമിക്ക പിന്നുകളുണ്ട്. നമ്മൾ സാധാരണ ആർഡിനോ യൂനോ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആർഡിനോ നാനോ ബോർഡാണ്. പിന്നെ നമുക്ക് 5 വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള IC ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിന് മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്ന റെഗുലേറ്റർ IC 7805 കുറച്ച് വലുതാട്ടോ. അപ്പോൾ അതിൻ്റെ ചെറുതായിരിക്കും ഈ IC ഉണ്ടാവുക. ഓക്കെ, പിന്നുള്ളത് നമുക്ക് പുഷ് ബട്ടൺ സ്വിച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ കോഡൊന്ന് റീറൺ ചെയ്യാനും വേണ്ടിയാണ് പുഷ് ബട്ടൺ സ്വിച്ച് ഉണ്ട്. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ. പിന്നെ പിന്നോട്സ് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് ഏത് പിന്നും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രത്തോളം നമ്മൾ ആർഡിനോയുടെ കാര്യം പറയാം. നമ്മൾ ആർഡിനോയുടെ പിന്നോട്സിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. ഇനി നമുക്ക് നാളെ മുതൽ ഇനി ആർഡിനോയുടെ പ്രോഗ്രാമിങ്ങിലോട്ട് കിടക്കണം. എന്താണ് പ്രോഗ്രാമിങ്ങിലുള്ള വോയിസ് സെറ്റപ്പ്, വേർഡ് ലൂപ്പ്, അറേ, ഫംഗ്ഷന്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തായാലും നാളെ നമുക്ക് തുടങ്ങാം. നാളത്തോട് കൂടി നമുക്ക് പ്രോഗ്രാമിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു. Move forward.